പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ തിരുവചനത്തിന് മുൻപാകെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൂരത്തും ചാരത്തും ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. തിരുവചന ചിന്തയ്ക്കായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ചിന്താ വിഷയമെങ്കിലും അതിന്റെ 8 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ സഹോദരിയോട് വലിയ പോർ പൊരുതി ജയിച്ചിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന പേരിട്ടു. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: ദൈവവചനം മനുഷ്യ സ്വഭാവത്തിന്റെ മുമ്പിലുള്ള ഒരു കണ്ണടയാണ്. എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതും വിവേചിക്കുന്നതുമാണ് വചനം. ഇവിടെ തിരുവചനം പഠിക്കുമ്പോൾ റാഹേൽ മച്ചിയായിരുന്നുവെന്നും അതുമൂലം തന്നെ സഹോദരിയോട് അസൂയപ്പെടുന്നു. മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, അതിൽ അസൂയപ്പെടുന്നതിൽ യുക്തിയില്ല. ദൈവം തരുന്ന അവസ്ഥയോട് ആത്മീകമായി പ്രതികരിക്കണം. അസൂയപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്കിവിടെ കാണാൻ പറ്റും. അസൂയയുടെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ, ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് സാഹചര്യങ്ങൾ അളക്കുമ്പോൾ അസൂയ ഉണ്ടാകും. 2, പാപം നമ്മളിൽ സ്വാധീനം നടത്തി കഴിയുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സുരക്ഷിതത്വം ഇല്ലായ്മ, അത് നിമിത്തം മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകും. 3, യുക്തിയോടെ ചിന്തിക്കാൻ കഴിയാതെ നമുക്കുള്ള കഴിവുകളും നഷ്ടപ്പെട്ട് പുരോഗതിയില്ലാത്ത അവസ്ഥയിലുള്ള അസൂയുണ്ട്. ഹല്ലേലൂയ. അസൂയ മൂലം കെടാത്ത തീ ഉള്ളിൽ കിടന്ന് ഈ ലോകത്തിലെ നരകമായി അത് രൂപാന്തരപ്പെടുകയാണ്. ഇവിടെ സഹോദരിയോട് വലിയ പോർ പൊരുതി ജയിച്ചു. അസൂയ കൊണ്ട് പ്രതികാരം ചെയ്യുന്നു, അത് തലമുറയിലേക്ക് കൈമാറുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്നാൽ ദൈവം റാഹേലിനെ ഓർത്തു. നമ്മൾ അവിശ്വസ്തരായാലും നമ്മളോട് വിശ്വസ്തനായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. വാഗ്ദത്തത്തെ മറക്കാത്ത ദൈവം. സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നിയാലും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് ദൈവിക മാനദണ്ഡങ്ങളെ മറക്കാതിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ അസൂയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകം ശ്രദ്ധിച്ചു വായിച്ചാൽ സ്പഷ്ടമായി കാണാവുന്ന ഒരു കാര്യമുണ്ട്: അസൂയയാണ് ആദ്യ പാപമെന്ന്. അസൂയയുടെ സന്തതികളാണ് മറ്റുള്ള പാപങ്ങളെല്ലാം. യഹൂദ പാരമ്പര്യപ്രകാരം സാത്താൻ ഒരു കാലത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്നൊരു പ്രധാന ദൂതനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സർവ്വ അധികാരത്തിൽ അവൻ അസൂയാലുവായി. അവൻ ദൈവത്തിനു സമനാകണമെന്ന് നിശ്ചയിച്ചു. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും പുറത്തള്ളപ്പെട്ട സാത്താൻ ദൈവത്തോട് പ്രതികാരം ചെയ്യുന്നതിന് ഏദൻ തോട്ടത്തിൽ ഒളിച്ചു കയറി ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. ഹല്ലേലൂയ. പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കത്തില്ല, അത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ തിരിച്ചറിയും, ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം അറിയുന്നു. അപ്പം സാത്താന്റെ വാദം എന്തുവാ? മനുഷ്യൻ തനിക്കൊപ്പം ആവുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയാലുവാണ് ദൈവം. അതുകൊണ്ടാണ് വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഹവ്വ വിലക്കുള്ള കനി പറിച്ചു തിന്നു. മനുഷ്യന്റെ 2ാമത്തെ പാപം സ്പഷ്ടമായും അസൂയയിൽ നിന്നുമായിരുന്നു. കയീനും ഹാബേലും യഹോവയ്ക്ക് ബലി കഴിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപം ഉണ്ടായി. ഇപ്പൊ യഹോവ അവന്റെ ബലിയിൽ പ്രസാദിച്ചില്ലെങ്കിൽ ന്യായമായും കോപിക്കേണ്ടത് ആരോടാ? യഹോവയോടാണല്ലോ. ഈ അസൂയ എന്ന് പറയുന്നത് ഒരിക്കലും യുക്തി സഹമല്ല. ഹാബേലിന് യഹോവയുടെ പ്രീതി ലഭിച്ചു, തനിക്ക് ലഭിച്ചില്ല. ഇതിൽ അവൻ അസൂയാലുവായി. ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും,
പാപങ്ങളുടെ ഒരു പട്ടിക തന്നെ റോമാലേഖനം 1:23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാമത് അസൂയയും രണ്ടാമത് കൊലയുമാണ്. അസൂയ എന്ന് പറയുന്ന അഗോചരമാ, തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും അദൃശ്യമാണ് അസൂയ. ലോകത്തിലെ ഏറ്റവും ഹീനമായ കൃത്യങ്ങൾ പലതും അസൂയയിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. യോസഫിന്റെ സഹോദരന്മാർ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേൾക്കാതെ അവനെ അടിമയായി വിറ്റതിന്റെ കാരണം സഹോദരന്മാർക്ക് അവനോടുള്ള അസൂയയാണ്. ലോകത്തിലെ ഏറ്റവും ഹീനമായ പാവം യേശു കർത്താവിനെ ക്രൂശിച്ചു. എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശിക്കണമെന്ന് മത നേതാക്കൾ നിശ്ചയിച്ചു. ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം യേശുവിനെ ക്രൂശിച്ചതിനുള്ള കാരണം അസൂയ തന്നെയാ. സാധാരണക്കാരുടെയും പാപികളുടെയും അല്ല, ആത്മീയരുടെയും മത അധികാരികളുടെയും അസൂയ. മുടിയൻ പുത്രന്റെ ഉപമ നോക്കിക്കേ. ഇളയ മകൻ അവന്റെ ഓഹരി വാങ്ങി പോയി സകലതും മുടിച്ച് ഗതിമുട്ടിയപ്പം സ്വഭവനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പൻ അവനെ കണ്ട് മനസ്സിലിഞ്ഞു. പക്ഷെ മൂത്ത മകൻ വയലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പം കോലാഹലം കേട്ടപ്പം വീട്ടിലെന്താ നടക്കുന്നത് കണ്ട് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം അവൻ കോപിച്ചകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്ന് അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ അസൂയയാണ്. അകത്ത് ചെല്ലാൻ മനസ്സില്ലാതെ അവൻ വീടിന് പുറത്ത് നിൽക്കുന്നു. കാരണം എന്താ? ഇളയവനോടുള്ള അസൂയ. അസൂയ നമ്മളെ പലപ്പോഴും അന്ധരാക്കും. നിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാണ് മൂത്ത മകന്റെ അവകാശവാദം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ അവൻ ഭവനത്തിനകത്തേക്ക് ചെല്ലാനുള്ള അപ്പന്റെ ഇംഗിതത്തെ നിരാകരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് 1 ശമൂവേൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും അസൂയ കാണാൻ പറ്റും. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് അസൂയ എന്ന് പറയുന്ന ഒരു മാരകമായ രോഗമാണ്. ഹല്ലേലൂയ. കുബേരന് കുചേലനോട് മറിച്ചു അസൂയയില്ല. ഒരേ ഗോളത്തിൽ തുല്യ നിലയിലുള്ളവരോടാണ് അസൂയ ഉയരുന്നത്. കുചേലൻ കുബേരനായാൽ മട്ടുമാറും. തുല്യമോ താണതോ ആയ നിലയിൽ ഇരുന്നവൻ തന്നിലും ഉയരുമ്പോൾ ചിലരുടെ ഉള്ളിൽ കറുത്ത പുക കുമിഞ്ഞുകൂടും. ഡോക്ടർക്ക് ഡോക്ടറോടും അധ്യാപകനോടും പട്ടക്കാരനോടും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരോടും അസൂയ തോന്നാം. അസൂയയുടെ സഞ്ചാരം മിക്കവാറും സമതലത്തിലാണ്. ഒരേ വിധാനത്തിൽ കുത്തനെ കയറ്റത്തിലോ ഇറക്കത്തിലോ ഈ വാഹനം സാധാരണ ഓടുകയില്ല. ഗിയറും ബ്രേക്കും ഇല്ലാത്ത വാഹനമാണിതെന്ന് തോന്നിപ്പോകും. ലിംഗഭേദവുമുണ്ട് അസൂയയ്ക്ക്. സാധാരണയായി പുരുഷന്റെ അസൂയ പുരുഷനോടും സ്ത്രീയുടെ അസൂയ സ്ത്രീയോടുമാണ്. മറിച്ച് കാണുക വിരളമാണ്. ഹല്ലേലൂയ. അപൂർവമായി ഇവയ്ക്ക് അപവാദങ്ങളും ഉണ്ടാകാം എന്നത് വിസ്മരിക്കുന്നില്ല. ഹല്ലേലൂയ. അസൂയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സന്തോഷം നൽകുന്നതല്ല. അസൂയ ഒരുവന് സ്വാഭാവികമായിട്ടുള്ള സന്തോഷം ഇല്ലാതാക്കും. അവന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം ഉളവാക്കും. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അസ്ഥികളുടെ ദ്രവത്വം പുറത്തു കാണാൻ കഴിയുന്നത് ആ രോഗമല്ല, എന്നാൽ ആരോഗ്യവും ശക്തിയും കെടുത്തു. ഹല്ലേലൂയ. ഏതെല്ലാം പാപങ്ങൾ നമ്മൾ ചെയ്താലും ഒരുപക്ഷെ ഒരുവന് മനസാക്ഷി കുത്തുളവാക്കാം. മനസാക്ഷി പൂർണ്ണമായും മരിച്ചിട്ടില്ലാത്തവരിൽ ഓരോ അളവിൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവാകും. അനുതാപത്തിലേക്ക് നയിക്കാൻ അത് സഹായിക്കും. അസൂയപ്പെടുന്നവനാകട്ടെ എന്തെങ്കിലും കുറവ് തനിക്കുള്ളതായി തോന്നത്തില്ല. ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞാലും അത് തിരിച്ചറിയുവാൻ വ്യക്തിക്ക് കഴിവില്ലാതെ വരും. ഹല്ലേലൂയ. അവന്റെ സന്തോഷത്തെ അതില്ലാതാക്കും. പോരാ, സന്തോഷം മാത്രമല്ല, ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷവും നശിപ്പിക്കും അസൂയ. അസൂയ ആത്മീയ ജീവിതത്തിലെ അർബുദ വ്യാധിയാണ്. ആരംഭത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോഴാ ലക്ഷണങ്ങൾ പ്രത്യക്ഷമാകുന്നത്. അർബുദത്തിന് മരുന്നില്ല, എന്നാൽ ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്നേഹത്തിന്റെ അഭാവമാ അസൂയയ്ക്ക് വഴി ഒരുക്കുന്നത്. അന്യന്റെ അപൂർത്തിയിലും ഉയർച്ചയിലും കണ്ണുകടി ഉണ്ടാകും. അതേ ഉയർച്ച സ്വന്തം മകനോ മകളോ ആർജിച്ചിരുന്നെങ്കിൽ ആഹ്ലാദം ഉണ്ടാകും, അഭിനന്ദനം അറിയിക്കും. ഹല്ലേലൂയ. അസൂയയ്ക്കുള്ള പ്രതിവിധി എന്താണെന്നറിയാമോ? ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാ. ക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുകയാ. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അന്യനെ വീക്ഷിക്കുന്നത് ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ആകണം. അന്യരുടെ അപൂർത്തിയിൽ നമ്മൾ ആനന്ദിക്കും. ആ കണ്ണുകളിൽ സ്നേഹം മുറ്റി നിൽക്കുന്നതിനാൽ അസൂയ ഓടിയൊളിക്കും. ആ കണ്ണുകൾ അന്യന്റെ ദൂഷ്യമല്ല,
ശ്രേഷ്ഠതയും സാധ്യതയും കാണുവാനിടയാകും. ക്രിസ്തുവിന്റെ കണ്ണിലുകളിലൂടെ ഏവരെയും വീക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന അസൂയ പോലുള്ള കെണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ ദിനവും നടത്തണമേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്.